സംസ്ഥാനത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് അവസാനഘട്ട ചർച്ചകളിൽ എത്തി നിൽക്കുമ്പോഴാണ് കേരളത്തിൽ നിന്നുള്ള മുൻ PCC അധ്യക്ഷന്മാരെ ഉൾപ്പെടെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ചർച്ചകൾ എന്നതിനേക്കാൾ ഉപരിയായി നേരത്തെ തന്നെ ഈ നേതാക്കളൊക്കെ തന്നെ ഹൈക്കമാൻഡിനെ കണ്ട കാര്യങ്ങൾ അവരുടെ അഭിപ്രായം നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി ചർച്ചകൾക്കൊന്നും പ്രസക്തിയില്ല. മറിച്ച് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം അത് കൃത്യമായി തന്നെ ഈ നേതാക്കളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശമെന്നാണ് സൂചന. ഇക്കാര്യങ്ങൾ ഒരുപക്ഷെ ഹൈക്കമാൻഡ് കാര്യമായി തന്നെ ഏത് തരത്തിലാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനമെന്നും ഇത് എങ്ങനെയാണ് കേരളത്തിന്റെ ഭാവി രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ പോകുന്നതെന്നും കൃത്യമായി തന്നെ കാര്യങ്ങൾ ഈ നേതാക്കളെ ബോധ്യപ്പെടുത്തുകയാകും ഉദ്ദേശം. അതേസമയം MLA മാരും MP മാരും KPCC വർക്കിംഗ് പ്രസിഡന്റുമാരും ഭാരവാഹികളും ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ KC വേണുഗോപാലിനാണ് എന്ന കാര്യത്തിൽ KC വേണുഗോപാൽ പക്ഷം ഒരു അവകാശവാദം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഏതാണ്ട് ഇത് സ്ഥിരീകരിച്ചുള്ള നടപടികളാണ് AICCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നത് ശ്രദ്ധേയമാണ്. നിലവിൽ KC വേണുഗോപാൽ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ അവസാനവട്ട ചർച്ചകളിൽ നിന്നും നമുക്ക് സൂചനകൾ ലഭിക്കുമ്പോൾ ഉപമുഖ്യമന്ത്രി പദം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അതേസമയം ഒരു ഉപമുഖ്യമന്ത്രി പദം ഉണ്ടാവുകയാണെങ്കിൽ അത് VD സതീശനായിരിക്കും. അദ്ദേഹം അത് ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുമെന്ന സൂചനയുണ്ട്. രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പിലേക്ക് മാറുമോ എന്നും വ്യക്തതയില്ല. ഇങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് നേതാക്കളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്യാബിനറ്റ് രൂപീകരിക്കുക, ഈ മൂന്ന് നേതാക്കളും ഒന്നാമൻ രണ്ടാമൻ മൂന്നാമനെന്നോ അല്ലെങ്കിൽ മൂന്ന് പേർക്കും ഒരേപോലെ ഒരു നൽകിക്കൊണ്ട് ഒരേപോലെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് AICC നേതൃത്വം എത്തുമോ എന്നും ഉപമുഖ്യമന്ത്രി പദം ഇല്ലാതെയുള്ളൊരു തീരുമാനത്തിലേക്കും എത്തുമോ എന്നും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന അവകാശവാദം എന്ന് പറയുന്നത് 5 മന്ത്രിമാർ വേണമെന്നൊരു അവകാശവാദത്തിലേക്ക് നീങ്ങുന്നുണ്ട്. നിലവിൽ തർക്കങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ ഒരുപക്ഷെ ലീഗിന് 5 മന്ത്രിപദങ്ങൾ നൽകിക്കൊണ്ട് ഇക്കാര്യം പരിഹരിച്ചേക്കാമെന്ന സൂചനയും പുറത്തു വരുന്നു. ഏത് നിമിഷവും ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി കേരളം കാത്തിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാകാം. അതേസമയം കേരളത്തിൽ വെച്ചാണോ ദില്ലിയിൽ വെച്ചാണോ ഇനി പ്രഖ്യാപനം ഉണ്ടാകാൻ പോകുന്നത്? പ്രത്യേകിച്ച് നേതാക്കളെയൊക്കെ തന്നെ ദില്ലിയിൽ വിളിപ്പിക്കുകയും ചർച്ചകൾ എന്ന പേരിൽ വളരെ കൃത്യമായ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ദില്ലിയിൽ വെച്ചാണോ കേരളത്തിൽ വെച്ചാണോ ഈ പ്രഖ്യാപനം ഉണ്ടാവുക എന്ന് മാത്രമാണ് കാത്തിരുന്ന് കാണാനുള്ളത്. KC വേണുഗോപാൽ എന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം 17 വർഷത്തിന് ശേഷം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിലുള്ളത്. KC വേണുഗോപാൽ തന്നെയാണ് മുഖ്യമന്ത്രിയെങ്കിൽ അങ്ങനെ ഒരു മടങ്ങിവരവാണ് ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ടത്.